ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. യെസ്, ഹെഡ്. എനിക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അല്ല, എന്തായിരുന്നു അറിയോ? എന്താണ്? എനിക്ക് ടോസ് കിട്ടുന്നു. അത് തന്നെ പറഞ്ഞു. ആ സംസാരം തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ടോസ് എനിക്കാന്ന്. ഞാൻ അത് കണ്ടില്ലായിരുന്നേ. ടെയിലാണോ ഹെഡാണോ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പറയാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് പിടുത്തം കിട്ടി. എന്തായാലും എനിക്ക് തന്നെ ആയിരിക്കും. ശേഖരവർമ്മ രാജാവുമായിട്ടാണ് വരവ് കേട്ടോ. സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട്. രാജാവായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അല്ല, രാജാവുമായിട്ടാണ് വന്നിരിക്കുന്നതെന്നല്ല പറഞ്ഞത് കേട്ടോ. വീഡിയോ 2-3 പ്രാവശ്യം റിവൈൻഡ് അടിച്ചു കാണണേ. രാജാവുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞത്. സിനിമയുടെ പൂജ കഴിഞ്ഞു. നിവിൻ പോളി നായകനാവുന്ന സിനിമയാണ്. നമ്മുടെ അനുരാജ് മനോഹറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. കുറെ കാത്തിരുന്ന ഒരു അനൗൺസ്മെന്റും പൂജയൊക്കെയാണല്ലോ. ഇത് അനൗൺസ്മെന്റ് എത്തിയിട്ട് ഒരു 2.5 വർഷം 3 വർഷത്തിന്റെ അടുത്തായി. തീർച്ചയായും ഇതിന്റെ തുടക്കത്തിൽ, അതായത് കിഴി എപ്പിസോഡ് അല്ല, കിഴി ചാനൽ തുടങ്ങിയിട്ട് തുടക്കത്തിൽ ഇതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ, അതെ, ടൈറ്റിൽ ലുക്ക് ഏകദേശം 2.5 വർഷം അതെ എന്തായാലും ആയിട്ടുണ്ടാവും. എത്ര കഴിഞ്ഞിട്ടല്ലേ ഓരോ സിനിമയൊക്കെ പുറത്തിരുന്നത്. പിന്നെ അല്ലാണ്ട് ഇതിപ്പോ ഷൂട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഷൂട്ട് കഴിഞ്ഞതൊക്കെ വരുമ്പോഴേക്കും 2025 അതെ, പകുതിയോടെ അല്ലേ, ടൈം ആവും. അടുത്ത കിഴിയെ ഭൈരതി റനകൾ, നമ്മുടെ ഡോക്ടർ ശിവരാജ് കുമാർ നായകനാവുന്ന സിനിമയാണ്. മുഫ്തി സിനിമയുടെ പ്രീക്വൽ. മുഫ്തി സിനിമ 2017 വമ്പൻ ഹിറ്റായ സിനിമ കേട്ടോ. അതായത് നമ്മുടെ ശിവരാജ് കുമാറിൻ്റെ ഫാൻ ബേസ് പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിലും കുറച്ച് കൂടുതൽ ആവാൻ കാരണമായ സിനിമയാണ്. എന്തായാലും സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവംബർ 15 വേൾഡ് വൈഡ് തിയേറ്ററിൽ. നവംബർ 15 യെസ്, വരട്ടെ. നുണക്കുഴി സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 20 CR. കുറവാണ്, എന്നാലും കുഴപ്പമില്ല. അതിന് വന്ന ഒരു റെസ്പോൺസ് വെച്ചിട്ട് 20 കോടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ കാര്യമുണ്ട്. അവിടെ പേരാറേ നോക്കും ബേസിൽ. അത് 20-30 അവസാനിക്കുള്ളൂ. അതിൽ നോക്കിയിട്ട് കാര്യമില്ല. തലവട്ടം കണ്ടാ മതി. അതിന് നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തലവട്ടം കണ്ടാ ജനങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് സത്യം. തിയേറ്ററിലേക്ക്. ജനപ്രിയ നായകൻ സത്യം. അതാണ് ഇപ്പോ ആളുടെ കയ്യിലാണത് ആ പട്ടം. അടുത്ത കിഴി തെക്ക് വടക്ക് സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 20 തെക്ക് വടക്ക് വേൾഡ് വൈഡ് തിയേറ്ററിലേക്ക് എത്തും. ഓക്കെ, സുരാജ് വെഞ്ഞാറമൂട് പിന്നെ വിനായകൻ, ഇവർ രണ്ടുപേരുമാണ് പ്രധാന കഥാപാത്രങ്ങളാവുന്നത്. സ്പെഷ്യൽ വേറിട്ടൊരു ലുക്കിലാണ് രണ്ടുപേരും അല്ലേ. വേറൊരു ഐറ്റം പിടിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗെറ്റപ്പിലും അഭിനയത്തിലും ഒക്കെ. സുരാജ് ആ ഒരു സാധനമൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതായത് മറ്റേ ആ റോബോട്ടിന്റെ അതിനകത്ത് ആ ഒരു ഏജുള്ള ആ ഒരു ക്യാരക്ടർ ചെയ്തു. പക്ഷെ വിനായകന്റെ സംഭവം ഡിഫറെന്റ് ആണ്. അത് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി അഭിനയത്തിൽ മാറ്റം ഉണ്ടാവുന്നുള്ളത് നമുക്ക് നോക്കാം. സിനിമ വരട്ടെ. രണ്ടുപേരും. യെസ്. ദേവര സിനിമയുടെ ഷോ ടൈം വന്നിട്ടുണ്ട്. ഇന്ത്യയിലും ഓവർസീസിലും ഒക്കെ രാത്രി, അതായത് പുലർച്ചെ 1:08 സിനിമ തുടങ്ങും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. എല്ലായിടത്തും. നമ്മുടെ ഇവിടെ ഉണ്ടാവില്ല. 1:08 പോക്കോണാണ് വല്ല എന്താണ്. പിന്നെ തമിഴ്നാട്ടിലും ഉണ്ടാവില്ല. തമിഴ്നാട്ടിൽ പിന്നെ ആൾറെഡി അങ്ങനെ നിയമം. നൈറ്റ് ഷോസ് എല്ലാം ഒഴിവാക്കിയതാണ്. 9 മണി മുതലേ തുടങ്ങുള്ളൂ. അതെ, വെളുപ്പിനാട്ടോ, രാത്രിയല്ല, പുലർച്ചെ 9 മണി മുതലേ. അപ്പൊ എന്തായാലും അല്ലാത്തടത്തൊക്കെ ആളുള്ളിടത്തൊക്കെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ടോ? കിട്ടില്ല. അപ്പൊ 2 ലുക്ക് ഉണ്ട് അല്ലേ. ഓക്കെ, അടുത്ത കിഴി കണ്ടായിരുന്നു. ചിരിക്കല്ലേ പുള്ളിക്ക്. അല്ലേ, മത്സരമൊക്കെ ആവുമ്പോ ഇതൊക്കെ കാണുമ്പോ ഒരു സന്തോഷല്ലേ, മനസ്സിനൊരു സുഖം. അത് കേൾക്കുമ്പോളേ നിലത്തിരുന്നു. ഇനി പൊന്തി വരണമെങ്കിൽ വലിയ വല്ല എന്തെങ്കിലും സാധനമായിട്ട് എടുത്തിട്ട് വരണം. വരണം എന്ന് പറയുമ്പോഴാണ് എനിക്ക് പാട്ട് വരാറ്. ഇന്ത്യൻ ടു സിനിമയുടെ ടോട്ടൽ കളക്ഷൻ
പറഞ്ഞു കേൾക്കുന്നത് 153 കോടി. ഓക്കെ, ലോസ് അതായത് താത്ത വന്ന് ലോസ് ആക്കിയിരിക്കുന്നത് നേർപകുതി 97 കോടി. നേർപകുതിയോ? അയ്യോ, 100 കോടിക്ക് ആകെ 3 കോടിന്റെ വ്യത്യാസമുള്ളൂ. അതെ, എന്ത് വമ്പൻ ഡിസാസ്റ്റർ. ഇതിന് ഡിസാസ്റ്റർ എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിന്റെ അപ്പുറത്ത് മറ്റേ സിനിമ കണ്ടിട്ട് ഫസ്റ്റ് തിയേറ്റർ റെസ്പോൺസ് ഒന്നല്ലേ, ഈ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു അപരാധം കണ്ടിട്ടില്ല. അത് അടുത്തത് SK25 സിനിമയില് നായികയായിട്ട് ശ്രീലീല ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. ഇത് പറഞ്ഞതിന് മുൻപ് മറ്റേത് പറ, ഏതാ? പുരാണനൂർ. അത് പറയാൻ വരുന്നുണ്ടായിരുന്നുള്ളൂ. സുധാ കൊങ്കാര ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് പുരാണനൂറ്. നമ്മുടെ സൂര്യ ചെയ്യേണ്ടിരുന്ന ദുൽഖർ നസ്രിയ എന്നാ അനൗൺസ്മെന്റ് ഒക്കെ ആയിരുന്നു അല്ലേ. നമുക്കൊരു വീഡിയോ കിട്ടിയിരുന്നു. അത് ശരിയാ. എന്താണെങ്കിലും ഇത് മാത്രമല്ല കേട്ടോ, അതിനകത്ത് മറ്റൊരു വരാനുണ്ട്. ലോകേഷ് കനകരാജ് വില്ലനായിട്ട് സിനിമയിലെത്തും എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, അത് ഇത്രേ ഉള്ളൂ. സൂര്യന്റെ ഭാഗത്ത് നമ്മുടെ SK, പിന്നെ വില്ലനായിട്ട് നമ്മുടെ വിജയ് ശർമ്മ ആയിരുന്നില്ലേ? വിജയ് ശർമ്മ നമ്മുടെ തമിഴ്. അതന്നെ, നമ്മള് തമ്മില് പ്രശ്നമാണ്. ഇവര് തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. എന്നാലും പറയാ ഫ്രണ്ട്സ് അല്ല, ഞങ്ങൾക്ക് പ്രശ്നമാണ്. എന്റെ തമ്മൂനെ സ്വന്തം അതോട്ടിരിക്കട്ടെ. അപ്പൊ ആ റോളിലായിരിക്കും നമ്മുടെ ലോകേഷ് വരുന്നത് അല്ലേ? അപ്പൊ ദുൽഖറിന്റെ ക്യാരക്ടർ ചെയ്യും, വേറെ ആരെങ്കിലും വിളിക്കും. ശരിക്കും അനിയനായിട്ട് വരണ്ടേ? ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഈ സൂര്യൻ ദുൽഖറും വരുമ്പോ അതൊരു ഭയങ്കര സംഭവം, ഇവരുടെയൊക്കെ സ്റ്റാർഡം വെച്ച് ഭയങ്കര സംഭവമാണെങ്കിലേ ഇത് അനിയനായിട്ടല്ല വരും എന്ന് പറഞ്ഞിരുന്നു. അത് എവിടെയും പറഞ്ഞിട്ടില്ല, നമ്മള് പറഞ്ഞുണ്ടാക്കിയതോ അല്ല, നമ്മള് അറിഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തു, ഉണ്ടാക്കിന്ന് വേണമെങ്കിൽ പറയാലോ അങ്ങനെ. എന്തായാലും സംഗതി മാറി, ഇപ്പൊ അത് SK കളി മാറി. ഇനി അത് SK25 ആയിട്ട് പുറത്തു വരും. ഇനി SK ഡബിളിലൊക്കെ വരുമോ? അനിയനായിട്ട് SK തന്നെ അങ്ങനെ ചെയ്യില്ല. ഓക്കെ, അടുത്ത കിഴി അർജുൻ സർജ കണ്ണൻ താമരക്കുളം. വിരുന്നല്ല അല്ലേ? വിരുന്ന് സിനിമയുടെ ഭാഗമായിട്ട് അതിൽ നിന്ന് ഉഴുത്തിരിഞ്ഞ വലിയൊരു സിനിമയാണ്. പാൻ ഇന്ത്യൻ സിനിമ സംഭവിക്കാൻ പോകുന്നു. അർജുൻ സർജ ഇതിന്റെ സ്ക്രിപ്റ്റ് ഒരുക്കും, കണ്ണൻ താമരക്കുളം സിനിമ സംവിധാനം ചെയ്യുമെന്നുള്ളതാണ് കേൾക്കുന്നത്. ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ മൂവി. സന്തോഷം. എന്തായാലും വിരുന്നിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് വിരുന്ന സിനിമ 29 റിലീസിനെത്തുന്നുണ്ട്. 29 ശനിവാരമല്ലേ? അതിന്റെ കൂടെയാണ്. ഓക്കെ, അടിപൊളി. ലാൽ സലാം ഇതാണ് പറയണ, കൊടുത്താ കൊല്ലത്തും കിട്ടുന്നത്. ലാൽ സലാം സിനിമയുടെ മറ്റേത് ഒരു 10 ദിവസം അങ്ങനെ തിയേറ്ററിൽ ഓടി, 2 ദിവസം തികച്ചോന്ന് പോലും അറിഞ്ഞൂടാ. ട്രോള് വാങ്ങാൻ ഇതെല്ലാവരും കണ്ടല്ലോ. ഇന്ത്യൻ 2 ഇത്രയും ട്രോളും അതായത് ഇത്രയും പരിഹാസങ്ങൾ നേടാൻ കാരണമായത് ഈ സിനിമ എല്ലാവരും കണ്ടു എന്നുള്ളതുകൊണ്ടാണ്. ആരും കണ്ടിട്ടില്ല, OTT വാങ്ങാതെ വെച്ചേക്കായിരുന്നു. എന്താണെങ്കിലും സെപ്റ്റംബർ 20 വരുന്നുണ്ട് സോണി സൺ നെക്സ്റ്റില്. എന്തൊരാശ്വാസം. അത് രജനീകാന്തിന്റെ മകള് തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഏതൊക്കെയാ ചില ഫുട്ടേജ് ഒക്കെ ഡിലീറ്റ് ആയി പോയിന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച ഒരു സിനിമയാണ്. അടുത്തത് വിടാമുയർച്ചി സിനിമ 2025 റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒന്നുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, 2024 തന്നെ പുറത്തു വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഒന്നെങ്കിൽ നവംബർ 14 അല്ലെങ്കിൽ ഡിസംബർ 20. പിടിച്ച് കയറി വരുന്നുണ്ടല്ലേ. ഞാനാണെങ്കിൽ വൻ ഹൈപ്പിൽ വന്നിട്ട് തലമണ്ടയ്ക്ക് കിട്ടിയിട്ട് താഴത്തേക്ക് ഒരു പോക്കൂല, ആ പോക്കുമായിരിക്കും. അതാ തുറന്നപ്പോഴെ ഉള്ളിൽ പോയൊരു കാണലാ. ഇതുവരെ എടുത്തൊക്കെ വെറും വേസ്റ്റ് ആയി പോയല്ലോ. അടുത്ത ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, അതങ്ങനെ തന്നെ ആയിരിക്കും. എന്ത് ചെയ്യാനാണ്. അല്ല പിന്നെ എന്താണെങ്കിലും സിനിമയുടെ 4th സിംഗിൾ ഓഗസ്റ്റ് 31 വരും എന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ കേരള ഷോ മോർണിംഗ് 4 AM ഒഫീഷ്യലി അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് കുറെ ആൾക്കാരെ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. രാവിലത്തെ ഷോ ഉള്ളതുകൊണ്ട് അവിടെ 7 മണിക്കങ്ങാണ്ടാണ് ഷോ നടക്കുന്നത്. 7 മണിക്കാണ്. ഓക്കെ, എന്തായാലും
4th സിംഗിൾ വരുന്നത് 31-ാം തീയതി ആണെന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. ഓഗസ്റ്റ് 31 സാധ്യത. എന്തായാലും തൃഷയൊക്കെ ഉണ്ടാവും അതിൽ. തൃഷ ഒരു ചെറിയ കാമിയ പോലെ വന്നു പോകുന്നുണ്ട്. ഓക്കെ, അടുത്ത കഴിയും അണ്ണൻ വരാറ്. അതാ പാട്ട് അങ്ങനെയായിരുന്നല്ലോ. ഓക്കെ, ഏതൊക്കെ രീതിയിലാണ് പോണോ. അടുത്ത കിഴി കൂലിക്ക് ഞങ്ങളേ ബോളിവുഡിൽ നിന്ന് ആളിറക്കിയിട്ടുണ്ട് കേട്ടോ. ആമിർ ഖാൻ, മനസ്സിലായി. ലോകേഷ് കനകരാജ് ആമിർ ഖാനെ പോയി കണ്ടിട്ടുണ്ട്. ആമിർ ഖാൻ സമ്മതിച്ചു എന്നാണ് കേൾക്കുന്നത്, ചെറിയൊരു കാമിയോ റോളിന് കൂലിയിൽ. അതിനുശേഷം നല്ല കൂലി തന്നാൽ അതിനുശേഷം വലിയ സിനിമ ചെയ്യാന്ന്. അതെ, അതായത് നമ്മൾ ഒരുമിച്ചൊരു സിനിമ നടക്കണമെങ്കിൽ ഒരു ചെറിയ കൂലിയിൽ ഒരു ചെറിയ ഇല്ലാതെ ഒരു കാമ്യം, ഒരു കാമിയോ ചെയ്യണം. കൂലിയോട് കൂടിയിട്ടൊരു കാമ്യം ചെയ്യണം. അല്ല കൂലി ഇല്ലാതല്ല, കൂലി ഇല്ലാതെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ലോകേഷ് അങ്ങനെ പറഞ്ഞത്. ഈ പറഞ്ഞത് ഞാൻ ആമിർ ഖാൻ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞത് ലോകേഷ് പറഞ്ഞത്. ഓക്കെ. അയ്യോ, പള്ളി പോയി പറഞ്ഞാൽ മതി. മുഫാസ വാവ്, ദ ലയൺ കിങ് സിനിമയുടെ പ്രീക്വൽ ഡിസംബർ 20, 2024 റിലീസ് ചെയ്യാണ്. ഡിസ്നി അറിയാലോ. ദ ലയൺ കിങ് 2019 84 കൊണ്ട് ഇറങ്ങിയ ലയൺ കിങ്ങിന്റെ റീമേക്ക് ആയിരുന്നു 19 വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രീക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, കങ്കുവ സിനിമയുടെ റിലീസ് ഡേറ്റ് വൈകാൻ കാരണം അത് രജനീകാന്തിനെ പേടിച്ചിട്ടില്ല. അതങ്ങനെയല്ലേ പറയാൻ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. അതിന് കാരണം പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഇതിൻ്റെ IMAX 3D ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. കുറച്ച് വർക്കുകളൊക്കെ എത്തിക്കണം. ആ ഒരു കാരണം കൊണ്ടാണ് ഇത് ലേറ്റ് ആവുന്നതെന്നാണ് കേൾക്കുന്നത്. മറ്റൊരു വശം വേറൊരു സ്ഥലങ്ങളിൽ ചില ഇടങ്ങളിൽ കണ്ടതാണ്. ഇത് ഇപ്പൊ ഇതുവരെ അനൗൺസ്മെന്റ് ഒന്നും എത്തിയില്ലല്ലോ മാറ്റി എന്നുള്ളത്. 10 തന്നെ വരും, ഡേറ്റ് ഒന്നും ഒരു മാറ്റമല്ല എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. 10 വരുവാണെങ്കിൽ പറഞ്ഞു, പറ്റിക്കാൻ നിൽക്കരുത്. ഉള്ള കാര്യം പറഞ്ഞു പ്രതീക്ഷ വന്നിട്ട് നമ്മളല്ലാതെ അറിഞ്ഞത് അത് മാറ്റാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. കാരണം ഇതിന്റെ ഡബിങ് ഒക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ചില ഡയലോഗൊക്കെ നമ്മുടെ ഇതിന്റെ ട്രെയിലർ വന്നപ്പോൾ ചിലത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതൊന്നും കൂടി കങ്കുവയുടെ അതൊന്നുകൂടി വ്യക്തമായിട്ടുള്ള രീതിയിൽ ഡബ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് കേട്ടത്. അപ്പോൾ ഇവർക്ക് സാവധാനം ചെയ്താൽ മതി എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തു എന്നാണ് കേട്ടത്. എന്തായാലും നോക്കാം. അനൗൺസ്മെന്റ് ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല, വരാൻ ചാൻസ് ഉണ്ട്. മാസം കിടപ്പുണ്ടല്ലോ, പറയുമായിരിക്കും. അഥവാ ഇനി വരും മാറ്റുവാണെങ്കിൽ തന്നെ ഒക്ടോബർ 31 അല്ലെങ്കിൽ നവംബർ 14 പറഞ്ഞത്. അല്ല, നിങ്ങൾ എന്ന് കങ്കുവ വെക്കാൻ ഉദ്ദേശിച്ചുള്ളത്? ഞങ്ങള് വെക്കാൻ ഉദ്ദേശിച്ചത് എന്താണ്, ഒക്ടോബർ 31 അതെ, തീർച്ചയായും. നവംബർ 14 എങ്ങനെ വെച്ചാലും പണിയാ. ഞാൻ വരുവാടെ, എങ്ങനെ വെച്ചാലും പണിയാണെന്ന്. ഇപ്പൊ വേറെ കാര്യം പറയട്ടെ, ഇപ്പൊ ഒക്ടോബർ 31 കൊണ്ടുവച്ചു. നീ വരും, അത് വിട്. ഒക്ടോബർ 31 ലക്കി ഭാസ്കർ, അമര, അതിന്റെ അതാ പറയുന്നത്. ഇയാള് സമ്മതിക്കൂലല്ലോ ഇത് പറയാൻ. ഇയാള് മറ്റേ ഇതും കാണിച്ചോണ്ട് വന്നേക്ക തുഴയായിരുന്നുണ്ട്. സത്യല്ലേ, മൂപ്പർക്ക് വല്ല കാര്യം അല്ല, മൂപ്പര് അതിനകത്ത് വേറെ കാര്യം, മൂപ്പരെ കുറ്റം പറയാൻ പറ്റില്ല. ഇവർ ഓൾറെഡി ഈ സിനിമേന്റെ സമയത്ത് തന്നെ വേട്ടയ്യൻ ഒക്ടോബർ 31 ആയിരിക്കും എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം കൺഫേം ആക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രജനീകാന്ത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് 10-ാം തീയതി ആയിരിക്കും. അതാ പറഞ്ഞ, അവർ ഓൾറെഡി അത് പറഞ്ഞ സാധനം തന്നെയായിരുന്നു. പിന്നീട് അതിനകത്ത് ചേഞ്ച് വരും എന്നുള്ള അപ്ഡേഷൻസ് ഒക്കെ വന്ന സമയത്താണ് നമ്മുടെ ചെറുക്കനും കങ്കുവൻ ടീമും നൈസായിട്ട് 10 കയറി. പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുവോ? അതും തലൈവർക്ക് പറഞ്ഞത് തലൈവർക്ക് ഇഷ്ടപ്പെടുവോ? ഇനി ഇതിന്റെ ഒക്കെ കോമഡി വേറെന്ന് പറഞ്ഞുതരാം. അതായത് ഒക്ടോബർ 31 ഇപ്പൊ ഞാൻ പറഞ്ഞ ലക്കി ഭാസ്കർ ഉണ്ട്, അമരാനുണ്ട്, പിന്നെ വേറെ ഏതൊക്കെയോ 2-3 സിനിമ മലയാളത്തിൽ തന്നെ ഉണ്ട്, 2-3 ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നവംബർ 14 പോവാ. അവിടെ ഇപ്പൊ വിടാമുയർച്ചി നവംബർ 14 എന്നുള്ളത് കേൾക്കുന്നുണ്ട്. പിന്നെ നവംബർ 15 നമ്മുടെ ഭൈരവി റനകൾ, മറ്റേ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ അത്. അതിന്റെ കൂടെ ഇനിയും കൊണ്ടോട്ട് വെക്കുവോ? പേടി ഉണ്ടാവില്ല, പക്ഷെ തിയേറ്റർ കിട്ടാന്ന് പറഞ്ഞ സാധനം വരൂലേ. അജിത്തിന്റെ പവർ ശരിക്കും അങ്ങോട്ട് അറിയും. അത് തമിഴ്നാട്ടിൽ നല്ല ക്ഷീണം ചെയ്യും. പക്ഷെ മറ്റുള്ള സ്ഥലത്ത് വിട്, അതിന് വിടാമുയർച്ചി 14 വരില്ല, ഡിസംബറിൽ. എനിക്ക് തോന്നുന്നു ഇപ്പം കങ്കോ പോയി അടുത്ത വർഷം പൊങ്കലാകുമോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും ഒന്ന് മാറി കൊടുക്കണേ.
ജനുവരി 10 വർഷമായി ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ ഒരു ഹിറ്റ് മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ഞങ്ങളുടെ കാത്തിരിക്കാൻ അറിയോ? നമ്മള് കാത്തിരിക്കുന്നതിന്റെ അപ്പുറം ഒരു മനുഷ്യന്റെ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിട്ട് നാക്ക് വരെ കടിച്ചു. തിയേറ്റർ റിലീസ് ചെയ്തിട്ട് ഒരു 4-5 വർഷമെങ്കിലും ആയി. സത്യം. അഞ്ചല്ലേ? ഈറ്റി വന്നില്ലേ? ഈറ്റി വന്ന തിയേറ്റർ അല്ലല്ലോ, ഈറ്റി തിയേറ്റർ റിലീസ് ആയിരുന്നു. പിന്നെ നമ്മൾ പോയി കണ്ടല്ലേ? ആണല്ലേ? ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ, സത്യമായിട്ടും. ഈറ്റി വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? 3 വർഷത്തിന് മുകളിലായില്ലേ? 3 വർഷത്തിന് മുകളിലായി. അതിന് ശേഷമല്ലേ ജയ് ഭീം ഒക്കെ വന്നത്? അപ്പൊ എത്ര ആണോ? ആയിരിക്കും, അറിയത്തില്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്താണ് ആ ചെറുക്കിന് ഒരു അവസരം കൊടുക്കുക, അത്രേ ഉള്ളൂ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്, കാണാൻ കാത്തിരുന്നിട്ട് ഒരുമാതിരി നിങ്ങളിങ്ങനെ കയറി വട്ടം നിൽക്കല്ലേ. കങ്കുവ തമിഴ് സിനിമന്റെ തമിഴ് ഇൻഡസ്ട്രിയുടെ തന്നെ പേര് ഉന്നതങ്ങളിലേക്ക് ഉയർത്താൻ പോകുന്ന സിനിമയായിരിക്കും. അതാണ് നമ്മുടെ പ്രതീക്ഷ. അതാണ് വേറെ കാര്യമുണ്ട്. ഇവരൊക്കെ പ്രതീക്ഷ ഇതാണ്. ഇവരൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് ആണേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. അല്ല പിന്നെ നല്ല ചങ്കൂറ്റത്തോടെ ഇറക്കടാ, ഇറക്ക്, അങ്ങനെ അങ്ങോട്ട് ഇറക്കണം രണ്ടുപേരും കൂടി. പക്ഷെ അത് ബാധിക്കും. എന്തായാലും നോക്കാം, നമുക്ക് പോവല്ലേ? എന്തായാലും ഈ എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ചർച്ചയായി പോയി ലാസ്റ്റിലേക്ക് വന്നപ്പോ ഇത് എന്തുവാ ഇത്?